ഹലോ ഓൾ, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ JEE പോലുള്ളൊരു എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ഒരു സ്കില്ലിനെ കുറിച്ചാണ്. അതായത് എസ്പെഷ്യലി ടോപ്പേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഒരു 1000 റാങ്കിൻ്റെ ഉള്ളിൽ 2000 ഓൾ ഇന്ത്യ റാങ്കിൻ്റെ ഉള്ളിലൊക്കെ എത്തുന്ന കുട്ടികൾ ചെയ്യുന്ന ഒരു കാര്യം, എന്നാൽ നേരെ മറിച്ച് അത്ര തന്നെ റാങ്കിലൊന്നും എത്താൻ കഴിയാത്ത കുട്ടികൾക്ക് മിസ്സായി പോകുന്ന ഒരു കാര്യമാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെയിൻലി നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്കറിയാം JEE എന്ന് പറയുന്നത് എന്തല്ല, 3 മണിക്കൂർ 75 ക്വസ്റ്റ്യൻസ് മുഴുവൻ ചെയ്ത് തീർക്കുക, എന്നിട്ട് A+ വാങ്ങുക അല്ലെങ്കിൽ 90% വാങ്ങുക എന്നുള്ളൊരു എക്സാം അല്ല. അത് വളരെ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള, എക്സെപ്ഷണൽ ആയിട്ടുള്ള, റെയർ ആയിട്ടുള്ള കുറച്ച് പേർക്ക് മാത്രമാണ് ഈ JEE എക്സാമിൽ ഒരു 270+ മാർക്ക് കിട്ടുന്നത്. വളരെ കുറച്ച് പേർക്ക് മാത്രമാണ്. അണ്ടർസ്റ്റുഡ്. എന്നാൽ ഈ ടോപ്പേഴ്സ് ആയിട്ട് വരുന്ന പലരും ചെയ്യുന്ന ഒരു കാര്യം, എന്നാൽ ബാക്കിയുള്ള ആളുകളും അത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എന്താണ് ഒരു 1000-ൻ്റെ ഉള്ളിൽ 2000-ൻ്റെ ഉള്ളിലൊക്കെ റാങ്ക് വരുന്ന ഒരു ടോപ്പറും അതുപോലെ തന്നെ മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്തു പക്ഷേ നല്ല മാർക്ക് കിട്ടിയില്ല എന്ന് പറയുന്ന കുട്ടികളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വിചാരിക്കും ടോപ്പേഴ്സ് എല്ലാം എല്ലാ ക്വസ്റ്റ്യനും ചെയ്തു എന്നാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിരലിലുണ്ടാകുന്ന കുറച്ച് കുട്ടികളുണ്ടാവും എല്ലാ ക്വസ്റ്റ്യൻ ചെയ്തത്. അവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള ടോപ്പേഴ്സ് ഒന്നും ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തതിലപ്പുറത്തേക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ലീവ് ചെയ്ത ആൾക്കാരാണ്. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അവർ ഡിസൈഡ് ചെയ്യും ഈ പാറ്റേൺ മുന്നേ കണ്ടിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. ഈ പാറ്റേൺ എനിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ചെയ്യും, ഇല്ല എന്നുണ്ടെങ്കിൽ അവർ റൗണ്ട് 2ലേക്ക് വേണ്ടി മാറ്റി വെക്കും. അങ്ങനെ ക്വസ്റ്റ്യൻ ലീവ് ചെയ്യുന്നത് ഒരു ആർട്ടായിട്ട് എടുത്ത ആളുകളാണ് പല ടോപ്പേഴ്സും. എന്നാൽ നേരെ മറിച്ച് അല്ലാത്ത ആളുകൾ എന്ത് ചെയ്യും, ഓരോ ക്വസ്റ്റ്യനും ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അത് ലീവ് ചെയ്യണോ വേണ്ട എന്നുള്ള ഡിസിഷൻ കൃത്യമായിട്ട് അവരുടെ മനസ്സിലെടുക്കാൻ കഴിയില്ല. അങ്ങനെ ഓരോ ക്വസ്റ്റ്യനും ചെയ്യാൻ ശ്രമിക്കും, അല്ലെങ്കിൽ അതെനിക്ക് ചെയ്യാൻ പറ്റിയാൽ നല്ല മാർക്ക് കിട്ടുമല്ലോ എന്നുള്ള ചിന്തയിൽ അത് അറ്റംപ്റ്റ് ചെയ്യും. അറ്റംപ്റ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മൾ ചെയ്യും, നമ്മുടെ 3, 4 മിനിറ്റ് 5 മിനിറ്റൊക്കെയാണ് ഒറ്റയടിക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, വേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ അടുത്ത പോയിന്റ്, നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും 20 സെക്കൻഡ് സമയമുണ്ട് ആ ഡിസിഷൻ മേക്ക് ചെയ്യാൻ. 20 സെക്കൻഡ് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുക. ഇത് നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ട്, ചെയ്യാൻ പറ്റും, റെഡിയാണെന്നുണ്ടെങ്കിൽ പ്രൊസീഡ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ ഒന്ന് ഹെസിറ്റേറ്റ് ചെയ്യാണ്, ഇത് വേണ്ട, അത് അറ്റംപ്റ്റ് ചെയ്യേണ്ടതിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ ലീവ് ചെയ്തിരിക്കണം. അത് അടുത്ത റൗണ്ടിൽ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കണം. ഇത് വളരെ സ്ട്രോങ് ആയിട്ട്, ഡിസൈസീവായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ 20 സെക്കൻഡിൽ എടുക്കേണ്ട ഡിസിഷനാണ്. അതാണ് മേ ബി ഒരു ടോപ്പേഴ്സ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റും ടോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റും അതുപോലെ തന്നെ ടോപ്പർ അല്ലാത്ത ഒരു സ്റ്റുഡൻറ്റും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ്. അപ്പോൾ ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻറ്റ് ചിന്തിക്കുക, അതും കൂടെ എനിക്ക് ചെയ്യാൻ പറ്റിയാൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ള ആലോചനയാണ്. നേരെ മറിച്ച് ഒരു ടോപ്പർ എന്താ ആലോചിക്കുക, ഇപ്പം എനിക്കത് തോന്നുന്നില്ല, പക്ഷേ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഞാനത് റൗണ്ട് 2 ചെയ്യും. ഇപ്പം എൻ്റെ ജോലി എന്താണ്, ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ച് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ടോപ്പർ ആദ്യത്തെ റൗണ്ടിൽ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഫൈനൽ റിസൾട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു നിങ്ങളെക്കാൾ നല്ല സ്കോറുള്ള ഒരു ടോപ്പർ മേ ബി ചെയ്തിട്ടുണ്ടാവുക എന്താണ്, ഏറ്റവും ഹാർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മുഴുവൻ സോൾവ് ചെയ്യുക എന്നുള്ളതല്ല. ഫോർ എക്സാമ്പിൾ ഒരു 180 കിട്ടിയ ഒരാളും 220 കിട്ടിയ ഒരാളും തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ ഒരു 150 കിട്ടിയ ഒരു സ്റ്റുഡൻറ്റും 190 കിട്ടിയ ഒരു സ്റ്റുഡൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും ഹാർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടായിരിക്കില്ല, ഏറ്റവും ഈസിയർ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഫാസ്റ്റർ ആയിട്ട് അവരെന്ത് കണ്ടുപിടിച്ച് ചെയ്തു എന്നുള്ളതാണ് അവർ ചെയ്ത ഒരു ഡിഫറൻറ്റ് കാര്യം. അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾ മോക്ക് എക്സാമിനേഷൻസ് എഴുതുന്ന സമയത്ത് ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ 20 സെക്കൻഡിൽ ആലോചിക്കുക, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് 100% ഷുവറാണ്. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് തിങ്ക് ലേറ്റർ എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് മാറ്റി വെക്കാം. അതുമല്ലാന്നുണ്ടെങ്കിൽ ഇത് എന്നെക്കൊണ്ട് കഴിയില്ല, ലീവ് ചെയ്യാം എന്നുള്ള ഡിസിഷൻ എടുക്കാം. ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം 20 സെക്കൻഡിൽ എടുക്കുക, അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. മേ ബി ആദ്യത്തെ ഒരു റൗണ്ട് 1-ൽ ചിലപ്പോൾ ഒരു 25 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. ഈ പറയുന്ന നിങ്ങളുടെ ഈസി കാറ്റഗറി എന്ന് പറയുന്നതിൽ മേ ബി ഒരു 25 ഉണ്ടാവുള്ളൂ. ദാറ്റ്സ് ഓക്കെ. ആ 25 × 4 100 മാർക്ക് നമ്മൾ സെക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി സമയം എന്ത് ചെയ്യാം, അടുത്ത വരുന്ന ചോദ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാം. ഇങ്ങനത്തെ സ്ട്രാറ്റജീസും കൂടെ നിങ്ങളുടെ എക്സാമിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാലുള്ള മാറ്റം ചിലപ്പോൾ നിങ്ങൾ തന്നെ ഷോക്ക്ഡായി പോകും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാത്തത് അല്ലെങ്കിൽ മാർക്ക് കിട്ടാത്തത് നിങ്ങൾ പഠിക്കാത്തത് കൊണ്ടും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ടും മാത്രമല്ല, നമ്മുടെ ആ ഒരു എക്സിക്യൂഷൻ, എക്സാമിൻ്റെ സ്ട്രാറ്റജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാത്തത് കൊണ്ടോ അല്ലെങ്കിൽ പഠിക്കാത്തത് കൊണ്ടോ മാർക്ക് കിട്ടാത്തതിനേക്കാൾ ഉപരി നമ്മുടെ സമയം നമ്മൾ ഇതുപോലെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നഷ്ടപ്പെടുന്ന ഒരു 10-20 മാർക്കായിരിക്കും നിങ്ങൾ NIT കാലിക്കറ്റിൽ പഠിക്കണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോളേജിൽ പഠിക്കണം എന്നുള്ള ഡിസിഷനിലേക്ക് എത്തിക്കുക. അപ്പോൾ ഇത് എല്ലാവരും കേൾക്കുന്ന കാര്യമാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ എന്നാൽ പോലും ഇത് പ്രാക്ടിക്കലി ഇത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കറിയാം 2 വർഷം നന്നായി പഠിച്ചാൽ JEE കിട്ടുന്ന എല്ലാവർക്കും അറിയാം. അത് അറിഞ്ഞതുകൊണ്ട് എല്ലാവരും ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതുപോലത്തെ ഒരു ഇൻഫർമേഷനാണിത്. നിങ്ങളിത് പ്രാക്ടിക്കലി എന്ത് ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത 1 മാസത്തെ മോക്ക് എക്സാമിനേഷൻസിൽ ഇതുപോലത്തെ നിങ്ങളുടെ പേഴ്സണൽ സ്ട്രാറ്റജീസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യാം. തീർച്ചയായിട്ടും അത് നിങ്ങൾക്കൊരു 10, 20, 30 മാർക്ക് എക്സ്ട്രാ നൽകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഓൾ ദ ബെസ്റ്റ്.